അപ്പോൾ മുതലാളിമാർ നമ്മളെ വിടുക 8:45-നാണ്. നമ്മൾ ഓടി ബസ് സ്റ്റാൻഡിലെത്തും. 8:45-ന് ബസ് ലേറ്റ് ആയാൽ മാത്രം നമുക്ക് ബസ് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യുമൊക്കെ ഒരുപാട് മുറിയാവും. അതിൽ ഞാൻ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ ഇമ്മൻ്റെ കൈ നോക്കിയിട്ട് ഈ മുറി കണ്ടിട്ട് ഉമ്മാനെ കണ്ണെന്ന് ഒരുപാട് വെള്ളമൊക്കെ ചാടിയിരുന്നു. എക്സ്പെൻസിന് എടുക്കാതെ നമ്മളത് പോക്കറ്റിലിട്ടിട്ട് കൊടുക്കേണ്ട സ്ഥലത്തേക്കൊക്കെ നമ്മൾ നടന്നു പോകും. അളിയാക്ക വന്നിട്ട് ഇപ്പാണ്ട് പറഞ്ഞു, എന്ത് സാധനമാണെങ്കിലും ബഷീറിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കോ, പൈസ പിന്നെ കൊടുത്താൽ മതിയെന്ന്. ഒരു ദിവസം വാടക കൊടുക്കാതെ കിടക്കണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം പറയാണ്. എല്ലാവരും പറയുന്നത് പോലെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നടന്നു പോവുകയാണ്. അതെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാനത് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരെയും ബിലാൽക്കയാണ്, ബിലാൽക്ക ഫാൻസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഇൻസ്പയർ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഒരു സംഭവമാണെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അഥവാ 8-9 കൊല്ലം വാടകപ്പേരയിൽ ഇരുന്നിട്ട് ഇന്ന് അത്യാവശ്യം 1-2-3 ബിസിനസ്സുകളുണ്ട്. അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും ഹയറായി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തച്ചങ്ങാടാണ്. തച്ചങ്ങാട് ഹെൽത്ത് സെന്ററിന്റെ ബാക്കിലാണ്. ഈ കാണുന്ന ലക്ഷം വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ 4 വയസ്സ് വരെ ഇവിടെയാണ് ജീവിച്ചത്. 4ാമത്തെ വയസ്സിലാണ് ഞാനും എൻ്റെ ഉമ്മയും ഇപ്പയും 2 പെങ്ങന്മാരുമായിട്ട്, എനിക്ക് മൊത്തം 3 പെങ്ങന്മാരാണ്, ഒരു പെങ്ങള് വാടകപ്പേരിൽ നിന്ന് ജനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ജീപ്പിൽ തൂതയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ തറവാട്. ഞാൻ ഇവിടെ അടുക്കളയിലാണ് പ്രസവിച്ചത്. എല്ലാവരും അധികം ആൾക്കാരും ഹോസ്പിറ്റലിലേക്കാരും പ്രസവിച്ചിട്ടുണ്ടാവുക. ഞാൻ ജനിച്ചത് ഈ വീടിൻ്റെ അടുക്കളയിലാണ്. ഇതാണ് എൻ്റെ തറവാട്. നമുക്ക് വേണമെങ്കിൽ തറവാടൊക്കെ തുറന്നിട്ടൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പൊ ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാത്തത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ തൂതയിലേക്ക് വാടകയ്ക്ക് പോകുന്നത്. മക്കളെ, അങ്ങനെ നമ്മൾ തെക്കേപ്പുറം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് ആരും കാണാനില്ല കേട്ടോ. വലിയൊരു വീടാണിത്. മൊത്തത്തിൽ 8 വർഷമാണ് നമ്മൾ വാടകയ്ക്ക് ഇരുന്നിട്ടുള്ളത്. അതിൽ 6 വർഷം നമ്മൾ വാടകയ്ക്ക് ഇരുന്നിട്ടുള്ളത് ഇവിടെയാണ്. 4ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ജീവിതം ഇവിടെയായിരുന്നു. ഇപ്പം ഈ കാണുന്ന വാർപ്പ് വീടൊന്നല്ലായിരുന്നു കേട്ടോ. വലിയൊരു മന പോലത്തെ അലോക്കിന്റെ ഒരു വീടായിരുന്നു. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലവും വലിയ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ വാടകയ്ക്ക് ഇരിക്കാൻ വരുന്നത്. ഇവിടുത്തെ വീട്ടുകാരാണെങ്കിൽ പോലും നമ്മൾ 6 വർഷത്തോളം നിന്നിട്ട് പോലും നമുക്ക് വാടകയൊക്കെ ചെറിയൊരു എമൗണ്ടിന് മാത്രമേ നമുക്ക് വാടക എടുത്തിരുന്നത്. ഓല് പറഞ്ഞിരുന്നത് വീട് നല്ലപോലെ നോക്കിയാൽ മതി എന്ന് മാത്രമേ ഓല് കണ്ടീഷൻ വെച്ചിരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ 1-2 വട്ടം കോളിംഗ് ബെല്ല് അടിച്ച് ആരും പുറത്ത് വന്നിട്ടില്ല. ഈ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ഒരുപാട് തേങ്ങ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ആൾറെഡി ഇവിടുന്ന് കിട്ടിയിരുന്നു. പിന്നെ ഇവിടെ അടിപൊളി കിണറാണ്, ഫുൾ ടൈം വെള്ളമാണ്. ഇവിടെ കുളമുണ്ട്. അഥവാ ഈ കുളത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചാടിയിട്ടും നീന്തിയിട്ടും ഒക്കെ ഉള്ളതാണ്. ഇപ്പോഴും കുളത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് കാര്യം മീനിനും കാര്യങ്ങളൊക്കെ വളർത്തിയിരുന്നു. ഈ ഒരു ഷെഡ് മാത്രം മാറ്റിയിട്ടില്ല. അത് അന്നത്തെ പോലെ തന്നെയാണ്. ബാക്കി ഒരു ഓടിട്ട വീടായിരുന്നു. വല്ലാത്തൊരു ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക, അത്രയും വലിയൊരു കൊല്ലം ഇവിടെ വാടകയ്ക്ക് 6 വർഷത്തോളം ഈ ഒരു വീട്ടിൽ വാടകയ്ക്ക് ഇരുന്നിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമുള്ള ഒരു നാട്ടുകാരും കൂടി ഉണ്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ വലിയൊരു സന്തോഷം. അൽഹംദുലില്ലാ. ഇത് നമ്മളെ കുളം കേട്ടോ. എന്തായാലും നിങ്ങൾ കുളം കാര്യങ്ങളൊന്ന് കണ്ടോളി. കുളത്തിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പോൾ അതിൽ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് വറ്റുന്നില്ല. അത്രയും വേനലായിട്ട് പോലും ഈ കുളം വറ്റുന്നില്ല. ഇതിനെ ഫുള്ള് പാടങ്ങളും നല്ല സ്നേഹമുള്ള നാട്ടുകാരും നല്ല രസമുള്ള അന്തരീക്ഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തെക്കേപ്പുറാണ്. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആരും കാണാനല്ല, കുറെ വട്ടമായി കോളിംഗ് ബെല്ല് അടിക്കണു. ഇനി എന്തായാലും നമുക്ക് പോവാം. മക്കളെ, നമുക്ക് നമ്മുടെ ലൈഫിന്റെ കഥ പറയുമ്പോൾ നമ്മളെ ബഷീറിന്റെ കട എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഈ തെക്കേപ്പുറത്ത് വന്ന സമയത്ത് നമ്മുടെ അളിയാക്ക വന്നിട്ട് ഇപ്പാണ്ട് പറഞ്ഞു, എന്ത് സാധനമാണെങ്കിലും ബഷീറിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കോ, പൈസ പിന്നെ കൊടുത്താൽ മതിയെന്ന്. അഥവാ ഞാൻ ബഷീറിന്റെ അടുത്തേക്ക് ഞാൻ വരും, അല്ലെങ്കിൽ പെങ്ങന്മാർ വന്നിട്ട് ബില്ല് കൊടുക്കും, ബഷീർ നമുക്ക് വേണ്ട സാധനങ്ങൾ തരും. വാപ്പാന്റെ കയ്യിലുണ്ടാവുമ്പോൾ ബഷീറിനെ അത് കൊടുന്നു കൊടുക്കും. ബഷീറിന്റെ കടയിലും ബഷീറിനെ കാണാനൊക്കെ പറ്റിയില് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബഷീറിനെ കാണിക്കല് നിർബന്ധമായിട്ട് തോന്നി.
അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ പോലെ ആയിരുന്നില്ല അന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ വലിയൊരു സന്തോഷം. ഞാൻ അങ്ങനെ അടിപൊളിയായിട്ട് നീന്തിനാണ് ചെക്കന്മാർ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ എത്ര അടിപൊളിയായിട്ട് നീന്തുന്നതെന്ന്. ഒന്ന്, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കുളം ഉണ്ടായിരുന്നു. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന അത്രയും വലിയൊരു പുഴ, തൂതപ്പുഴ, ഇതിൽ ഫുൾ ടൈം വന്നിട്ട്, കാരണം ചെറിയ പ്രായമാണ്, ഫുൾ ടൈം വന്നിട്ട് ചാടൽ തന്നെയായിരുന്നു നമുക്ക് പണി. അപ്പോൾ ആ കാക്കയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് ഭയങ്കര ഒലിവാട്ടോ, അവിടെയൊക്കെ നീന്തുക, അതിൻ്റെ ഓപ്പോസിറ്റ് നീന്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലത്ത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. മക്കളെ, നമ്മൾ അവിടെ 6 കൊല്ലം ഇരുന്നതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇരുന്ന പെര ഈ ഒരു പെര കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചേ ഇരുന്നിട്ടുള്ളൂ, ഒരു 5-6 മാസമേ ഇവിടെ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള നമ്മുടെ സ്കൂളിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂള്. അന്ന് ഈ സ്കൂൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ചെറിയൊരു സ്കൂളായിരുന്നു. മദ്രസ് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ മദ്രസ്. അഥവാ മദ്രസ് സ്കൂളും എടുത്താണ്. എനിക്ക് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ വേറൊരു കാര്യം പറയാണ്ട്, എൻ്റെ കുട്ടി ഇങ്ങനെ വികൃതി ആട്ടുമ്പോൾ ഞാൻ പറയും എന്തൊരു വികൃതിയാണ് അറിയാം. അത് ഉമ്മ അറിയാം, എൻ്റെ വികൃതിയുടെ മുമ്പിൽ എൻ്റെ കുട്ടിയുടെ വികൃതി ഒന്നും അല്ല. ഈ മതിൽ ചാടരുത് എന്ന് മാഷ്മാർ എപ്പോഴും പറയും. നമ്മൾ നല്ല കുട്ടിയായതുകൊണ്ട് നമ്മൾ ഈ മതിൽ എപ്പോഴും ചാടും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞാൻ ചാടുമ്പോൾ എൻ്റെ കാലി ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അതിൽ മാഷ്മാർ എന്ത് ചെയ്തു, എൻ്റെ അമ്മ ഇപ്പം വരുന്നത് വരെ എന്നെ ഇവിടെ നിർത്തി. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, അവനോട് ഞങ്ങൾ എന്നും ചാടണ്ടെന്ന് പറയുമോ, എന്നും ചാടും, അങ്ങനെ ഓനക്കൊരു പാടാവട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഓനെ ഇവിടെ നിർത്തിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാഷ്മാർക്കും ടീച്ചർമാർക്കും ഇന്നിപ്പോൾ കാണുമ്പോഴും ആ കാര്യം പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര മിസ്സിങ്. അതിനുശേഷം നമ്മൾ ഇരുന്നത് ആ പറമ്പിൽ കാണുന്ന ഒരു പെരയിലാണ് കേട്ടോ. ആ കാണുന്ന വലിയ പെരയിലല്ല, അന്ന് ഓട്ടൊരു ചെറിയൊരു പെരയായിരുന്നു. ഈ പെരയിലാണ് നമ്മൾ വാടകയ്ക്ക് ഇരുന്നിരുന്നത് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൂത സ്കൂളിലാണ് കേട്ടോ. ഞാൻ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് പകുതി വരെ ഞാൻ തൂത സ്കൂളിലാണ് പഠിച്ചത്. 8ാം ക്ലാസ് പകുതി ആയപ്പോഴാണ് ഞങ്ങൾ കുന്നക്കാവിലേക്ക് പോയത്. ഞാൻ തെക്കേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടുന്ന് ഇവിടേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മദ്രസ് വിട്ട് ഉടനെ നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ട് വരും. നടക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാവും. ആരാണ് ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് ഓട്ടമായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു 100 മീറ്റർ പോലും നടക്കാൻ വയ്യ. എല്ലാവരും ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെയാണ് കുട്ടികളൊക്കെ പോകുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ പഴയ കാലമല്ല കേട്ടോ. അന്നത്തെ കാലത്ത് നമ്മൾ നടന്നിട്ടും ഓടിയിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്, ചളി കളിച്ചിട്ടൊക്കെ. അത് വല്ലാത്തൊരു വൈബായിരുന്നു. അപ്പോൾ ഞാൻ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് പകുതി വരെ പഠിച്ചത് ഈ തൂത സ്കൂളിലാണ്. മക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്താണ്. പക്ഷേ ഇത് ഗ്രൗണ്ട് അല്ലായിരുന്നു ഞാനിവിടെ ഉള്ള കാലത്ത്. ഞാൻ ലാസ്റ്റായിട്ട് വാടകയ്ക്ക് ഇരുന്നത് ഇവിടുത്തെ ഒരു പെരയിലായിരുന്നു. ഈ ഒരു പെരയിൽ നിന്നാണ് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ പെര കാണിച്ചു തരാൻ, ആ പെര ഇവിടെ അല്ല, ആ പെര നിലയിൽ പൊളിച്ചിട്ടുണ്ട്. എടുത്തതാ പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ലാസ്റ്റ് വാടകയ്ക്ക് ഇരുന്നത്. ഇവിടുന്നാണ് നമ്മൾ കുന്നക്കാവിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് പോലെ അല്ലായിരുന്നു അന്നത്തെ വീട്. ഓടിട്ടൊരു ചെറിയ വീടായിരുന്നു, തേക്കാത്ത വീടായിരുന്നു, വെറും 2 റൂമുള്ള വീടായിരുന്നു. പിന്നെ ഇതിനെ ഫുള്ള് പൊന്തിയും കാടും ആയിരുന്നു. അയലോകത്തൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല, റോഡ് സൗകര്യം ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിരുന്നു. വാടകയ്ക്ക് ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തെങ്കിലും, അഥവാ വെറുതെ ഷെഡുള്ളൊരു പെരയാണെങ്കിൽ പോലും അതിൽ ചെന്നിരിക്കണം, ഒരു ദിവസം വാടക കൊടുക്കാതെ കിടക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് വാങ്ങുന്നത്. അന്ന് നമ്മൾ വീട് വാങ്ങുമ്പോൾ ഇവിടെ സെന്റിന് 1500 രൂപയാണ്. ഇന്ന് ഈ സ്ഥലത്ത് സെന്റിന് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളിതാ കുന്നക്കാവ് ഞാൻ പഠിച്ച സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, 8ൽ പകുതി എത്തിയപ്പോഴാണ് ഞാൻ കുന്നക്കാവ് നമ്മൾ വീട് വാങ്ങി കുന്നക്കാവിലേക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ പഠിക്കുന്നത് കുന്നക്കാവിലാണ്. +2 ഞാൻ പഠിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ബിൽഡിങ് കാണുന്നുണ്ടാവും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത് സാധാ ഒരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. എൻ്റെ 8ാം ക്ലാസ് ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരുന്നത്. ബാക്കി ക്ലാസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഞാൻ 9ഉം 10ഉം പഠിച്ചത്. ഈ ബിൽഡിങ്ങിന് മാറ്റം സംഭവിച്ചിട്ടില്ല കേട്ടോ. 10ാം ക്ലാസ്സിൻ്റെ ആ മുകളിൽ 26 എഴുതിയ റൂമായിരുന്നു 10ാം ക്ലാസ് വന്നിരുന്നത്. 9ാം ക്ലാസ് വന്നിരുന്നത് ഏറ്റവും ആ തലക്കത്തെ റൂമാണ് എൻ്റെ 9ാം ക്ലാസ് വന്നിരുന്നത്. 9ഉം 10ഉം ഈ ഒരു ബിൽഡിങ്ങിൽ. അന്നും ഈ ബിൽഡിംഗ് എങ്ങനെയായിരുന്നു. ഇനി +1ഉം +2ഉം ആ ബിൽഡിങ്ങിലാണ്. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് വെക്കേഷൻ ആവുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുതുവർശി മനയുടെ മുമ്പിലാണ് കേട്ടോ. നമ്മൾ വെക്കേഷനിൽ എനിക്കൊരു ആഗ്രഹം വരികയാണ്. അന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണൊന്നല്ല കേട്ടോ, ചൈനയുടെ ഫോണാണ്. അന്നത്തെ കാലത്ത് ആ ഫോൺ വാങ്ങാനുള്ള ആഗ്രഹം നമ്മൾ വീട്ടിൽ അവതരിപ്പിച്ചില്ല. കാരണം അവതരിപ്പിച്ചിട്ട് കാര്യമില്ല, വീട്ടുകാർക്ക് അത് വാങ്ങിത്തരാൻ കഴിയില്ല.
അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സെൻറ്ററിങ് പണിക്ക് പോവാണ് സ്കൂൾ വെക്കേഷനിൽ. അതിൽ നമ്മൾ ഇവിടെയാണ് വന്ന് നിൽക്കുക, ഇവിടുന്നാണ് ഏതൊക്കെ സൈറ്റിക്കാണ് നമ്മൾ പോവുക എന്നുള്ളത് മുതലാളി വന്നിട്ട് പറയാം. അങ്ങനെ ഞാൻ സെൻറ്ററിങ് പണിക്ക് പോകുമ്പോൾ ഈ കമ്പി കെട്ടുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പോകുന്നവർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ കയ്യുമൊക്കെ ഒരുപാട് മുറിയാവും. അതിൽ ഞാൻ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ ഇമ്മൻ്റെ കൈ നോക്കിയിട്ട് ഈ മുറി കണ്ടിട്ട് ഉമ്മാനെ കണ്ണെന്ന് ഒരുപാട് വെള്ളമൊക്കെ ചാടിയിരുന്നു. അതൊക്കെ വല്ലാത്തൊരു എന്താ പറയുക, ഉമ്മാനെ സങ്കടം, ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷനിൽ പണിക്ക് പോയി. ഞാൻ ആദ്യമായിട്ട് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങി. അപ്പോൾ എൻ്റെ +1ഉം +2ഉം ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു. അന്നും ഈ ബിൽഡിംഗ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഈ ഫസ്റ്റ് കാണുന്നതാണ് എൻ്റെ +2 ബയോളജി സയൻസ് ക്ലാസ്. പിന്നെ +1 ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് +1 ക്ലാസ്. അപ്പോൾ നമ്മളെ +2 ഒരു വല്ലാത്തൊരു ഇവിടെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മുടെ +2 ക്ലാസ്. ഏറ്റവും ഇതിൻ്റെ എൻഡിലുള്ളതാണ് നമ്മുടെ +1 ക്ലാസ്. അപ്പോൾ നമ്മൾ +1 പഠിക്കുമ്പോൾ വെക്കേഷനിൽ എന്ത് ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലെ കിഡ്സ് വേൾഡ് എന്ന സ്ഥാപനത്തിലാണ്. അപ്പോൾ കിഡ്സ് വേൾഡ് നിലവിൽ ഇയാളാണ് നടത്തുന്നത്. അഥവാ ഞാനിവിടെ വരുമ്പോൾ മുപ്പര വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ മരണപ്പെട്ടിട്ട് 9 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമുക്ക് ഈ സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിക്ക് വന്നിരുന്നത് കിഡ്സ് വേൾഡിലായിരുന്നു. ആദ്യത്തെ നമ്മുടെ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ +1 കാലത്തിലുള്ള ഈ ഒരു കിഡ്സ് വേൾഡ് ആയിരുന്നു. അപ്പോൾ ഒരു വട്ടം കൂടി ഇവിടേക്ക് ഇങ്ങനെ കാണാനും ഒപ്പം വരാനൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചെറുകരയിലാണ് കേട്ടോ. ഈ റോഡ് കാണുന്നത് പട്ടാമ്പി റോഡാണ്. ആ റോഡ് കാണുന്നത് ചെറുകര റോഡാണ്. അതാണ് കുന്നക്കാവ് എൻ്റെ വീട്ടിലേക്കുള്ള റോഡ്. നമ്മൾ +1ഉം +2 ഒക്കെ പഠിക്കുമ്പോൾ പെരിന്തൽമണ്ണ കടകളിലാണ് നിന്നിരുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണിന്ന് ലാസ്റ്റ് ബസ് വരുന്നത് 8:45-നാണ്. അപ്പോൾ മുതലാളിമാർ നമ്മളെ വിടുക 8:45-നാണ്. നമ്മൾ ഓടി ബസ് സ്റ്റാൻഡിലെത്തും. 8:45-ന് ബസ് ലേറ്റ് ആയാൽ മാത്രം നമുക്ക് ബസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബസ് കിട്ടില്ല. പട്ടാമ്പി ബസ് കിട്ടും. നമ്മൾ ചെറുകര വന്നിറങ്ങും. എന്നിട്ട് നമ്മൾ നിലവിൽ അവിടെ അങ്ങനെ നിൽക്കും. ഏതെങ്കിലും വണ്ടി വരുമ്പോൾ കൈ കാട്ടും. അപ്പോൾ ഈ രാത്രി ആവുന്ന അധികം വണ്ടിക്കാർ നമ്മളെ കയറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചെറുകാരന്ന് നടന്നുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലേക്ക് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. നമ്മളിങ്ങനെ നടന്നിട്ട് വീണ്ടും കൈ കാട്ടും, അങ്ങനെ വീണ്ടും കൈ കാട്ടും. ആരെങ്കിലും കയറ്റുകയാണെങ്കിൽ നമ്മൾ കയറി പോവും, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താൻ 1 മണിക്കൂറൊക്കെ ലേറ്റ് ആവും. പിറ്റേ ദിവസം നേരം വെളുക്കുന്നു, പിന്നെയും കടയിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു നമ്മൾ പെരിന്തൽമണ്ണക്ക് ജോലിക്കൊക്കെ പോയിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ, ഇതാണ് മുതുകുറിശി ടൗണ്. എൻ്റെ +2-ന് ശേഷം ഞാനിതാ ഈ ഒരു മൊബൈൽ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ മൊബൈൽ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു മെയിൻ കാരണം, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാനുള്ള ഒരു കാരണം ഈ ഒരു മൊബൈൽ ഷോപ്പാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു വിശേഷങ്ങൾ കാണാം. അങ്ങനെ എൻ്റെ +1ഉം +2ഉം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ ഒരു മൊബൈൽ ഷോപ്പിൽ ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് ഈ ഒരു മൊബൈൽ ഷോപ്പായിരിക്കും കേട്ടോ. ഞാനൊരു മൊബൈൽ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം ഈ ഒരു മൊബൈൽ ഷോപ്പായിരിക്കും. ഞാനിവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, മൊബൈൽ മെക്കാനിക്ക് പഠിക്കാതെ നമ്മളൊരു മൊബൈൽ കടയിൽ നിന്നിട്ട് ഒരു കാര്യമല്ല. അങ്ങനെ ഇവിടുന്നാണ് മൊബൈൽ മെക്കാനിക്ക് പഠിക്കണം എന്നുള്ള ആശയം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഇവിടുന്ന് പണി നിർത്തിയിട്ട് നേരെ മൊബൈൽ മെക്കാനിക്ക് പഠിക്കാൻ ജോയിൻ ചെയ്യുന്നത്. എല്ലാ വഴിത്തിരിവിനും ആദ്യം എൻ്റെ എല്ലാത്തിനും കാരണമായ ഒരു കടയാണ് ഇത്. സുഹൈൽ വാച്ച് ഹൗസ് എന്ന ഈ കടയുടെ പേര് വരുന്നത്. മുതുകുറിശി മൊബൈൽ കടയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ PTS കോംപ്ലക്സ് ഏറ്റവും മുകളിലുള്ള റൂമായിരുന്നു നമ്മൾ മൊബൈൽ മെക്കാനിക്ക് പഠിച്ചിരുന്നത്. ഇപ്പോൾ ആ സ്ഥാപനം അവിടെ ഇല്ല. അതാണ് നമ്മൾ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാത്തത്. അവിടെ പഠിപ്പിച്ചിരുന്ന സാറൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിക്കാൻ ഇവിടെ എത്തുകയാണ്. മൊബൈൽ മെക്കാനിക്ക് പഠിക്കണമെങ്കിൽ 35,000 രൂപ ഫീസ് വേണം. നമ്മളെ കയ്യിൽ ഫീസ് കൊടുക്കാൻ അന്ന് പൈസ ഇല്ല. 6 മാസമാണ് കോഴ്സിൻ്റെ കാലാവധി. 6 മാസം കൊണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ 6 മാസം കൊണ്ട് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പണികൾ ചെയ്തിരുന്നു. അടുത്തതായി ഞാൻ ചെയ്തിരുന്ന പണികളാണ് അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ അടുത്തതായി വർക്ക് ചെയ്ത പ്രൊഫഷണൽ കൊറിയറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാം. അപ്പോൾ ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രൊഫഷണൽ കൊറിയറിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അന്നത്തെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും സ്ഥാപനത്തിൻ്റെ ഓണറാണ്. ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് സാലറി ഉണ്ടാകുന്നത് 3000 രൂപയാണ്. പക്ഷെ നമുക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് വരും 3000 രൂപ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പെൻസിന് കിട്ടുന്ന പൈസ നമ്മൾ എക്സ്പെൻസിന് എടുക്കാതെ നമ്മളത് പോക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കേണ്ട സ്ഥലത്തേക്കൊക്കെ നമ്മൾ നടന്നു പോകും. കാരണം നമുക്ക് ഫീസ് കൊടുക്കണമല്ലോ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് മാസം നമ്മൾ 6000 രൂപ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ ഫീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മളെപ്പോഴും നമ്മളെ അറിയുന്നുണ്ട്, ഓർമ്മ ഉണ്ടായിരിക്കൊക്കെ. അപ്പോൾ സന്തോഷം. നമ്മൾ 3000 രൂപ എക്സ്പെൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല കേട്ടോ. നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ബോക്സുകൾ കയറ്റി 4-5 കിലോമീറ്റർ നടക്കണം.
അവർ നമുക്ക് വണ്ടിക്കാണ് പൈസ തരുന്നത്. പക്ഷെ നമുക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിന് വരാനും ഫീസ് കൊടുക്കാനും പൈസ ഉണ്ടാവില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഫീസ് അടച്ച് പഠിച്ചതുകൊണ്ട് നമുക്ക് നന്നായി പഠിക്കാനും പഠനത്തിനൊരു വിലയുണ്ടാവും. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ഒരു വിലയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. മക്കളെ, ഇതാണ് പട്ടാമ്പി റോഡിലെ ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് ഇതാ ഈ റോയൽ മൊബൈൽസിന് ബാധിച്ചെന്നുള്ള ഈ മൊബൈൽ കടയിലാണ്. നമുക്കിതിൻ്റെ വിശേഷങ്ങളത് കാണാം. അപ്പോൾ മക്കളെ, ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഈ ഒരു മൊബൈൽ കടയിലാണ്. ആ കാലത്ത് എനിക്ക് 12,000 രൂപയായിരുന്നു സാലറി. ഞാൻ 3 മാസമാണ് ഞാൻ മൊബൈൽ മെക്കാനിക്കായിട്ട് വേറെ ആളുടെ കീഴിൽ ഞാൻ പണിയെടുത്തിട്ടുള്ളത്. ഇവിടുന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നെല്ലായ ഭാഗത്ത് ഒരു മൊബൈൽ ഷോപ്പ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മൊബൈൽ ഷോപ്പ് വാങ്ങുന്നത്. 30,000 രൂപ ഇവിടുന്ന് പണിയെടുത്തതും പിന്നെ വാപ്പാൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയും വേറെ പൈസ കടം വാങ്ങിയിട്ടുമാണ് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ മൊബൈൽ ഷോപ്പ് ഇടുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത മൊബൈൽ ഷോപ്പാണത്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മുടെ സ്വന്തം മൊബൈൽ ഷോപ്പ്. അതെ, നമ്മളെ സ്വന്തം മൊബൈൽ കടയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു 12 വർഷം ഞാൻ ഈ കടയുടെ ഉള്ളിലായിരുന്നു. ഇവിടുന്നാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മളെ വീട് വാർത്തതാണെങ്കിലും, എൻ്റെ 3 പെങ്ങന്മാരുടെ കല്യാണമാണെങ്കിലും, എൻ്റെ കല്യാണമാണെങ്കിലും, 2-3 സ്ഥാപനങ്ങൾ നമ്മൾ ഇടുന്നതാണെങ്കിലും, അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയിക്കുക. ഇതിന് ശേഷമുള്ള നമ്മുടെ ജീവിതങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാ. അതെ, ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നന്നാക്കണം എന്നുള്ളത് കൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 3 മണിയായി. അതുവരെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.